അല്ലാണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണമാണെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്താണ് ഈ മസാല ബോണ്ട്? മസാല ബോണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയിൽ കടപ്പത്രങ്ങൾ ഇറക്കുന്നതിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഇത് BJPയുടെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ രാജ്യാന്തര നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി BJP ആവിഷ്കരിച്ച ഒരു നടപടിയാണ്. അതിൻ്റെ പ്രത്യേകത ഇന്ത്യൻ കറൻസിയിൽ ബോണ്ട് ഇറക്കാൻ കഴിയും. അതാണ് ഈ മസാല ബോണ്ട് എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ലണ്ടനിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായി ഇത് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം അത് മുന്നോട്ട് വെച്ചത്. നരേന്ദ്രമോദി ചെയ്ത അതേ കാര്യമാണ് പിണറായി വിജയൻ കേരളത്തിലും ചെയ്തത്. അവിടെയാണ് ഇതിൻ്റെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മസാല ബോണ്ടിലൂടെ അന്ന് ഞാനാണ് ഈ ഇഷ്യൂ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിപ്പിടിച്ചത്. ഈ മസാല ബോണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു വലിയ അഴിമതിയുടെയും കൊള്ളയുടെയും കഥയാണ് എന്നുള്ളത്. ഇത് മസാല ബോണ്ട് വാങ്ങാൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമുണ്ട്, പബ്ലിക് പ്ലേസ്മെൻറ്റുമുണ്ട്. പബ്ലിക് പ്ലേസ്മെൻറ്റ് നടത്തിയത് മുഖ്യമന്ത്രി ലണ്ടനിൽ പോയി അവിടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കിയത് 9.72%. അതേസമയം ലോകബാങ്ക് പലിശ 2.5%. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത 16 ഇന്ത്യൻ കമ്പനികൾക്ക് 5.5% മുതൽ 7.5% വരെ പലിശയ്ക്കാണ് മസാല ബോണ്ട് ഇറക്കിയത്. അപ്പോൾ കേരള ഗവൺമെൻറ് 9.72% കൊള്ളപ്പലിശയ്ക്കാണ് ഈ ബോണ്ട് ഇറക്കിയത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഇറക്കിയത്? അവിടെയാണ് എൻ്റെ ചോദ്യം. ഇത് മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്ത് അവിടെ മണി അടിക്കുന്നതിന് മുമ്പ് ഈ കച്ചവടം കേരളത്തിലും കാനഡയിലും നടന്നിരുന്നു. SNC ലാവലിൻ കേസുമായി ബന്ധമാണ് ഈ ഇടപാടുകൾക്ക്. 375 കോടി രൂപയുടെ അഴിമതി നടന്ന പ്രമാദമായൊരു കേസാണ് ലാവലിൻ കേസ്. അന്നത്തെ വൈദ്യുതി മന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ 7ാം പ്രതിയായി സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയാണ്. 41 തവണ ഈ കേസ് മാറ്റിവെച്ചതും മോഡിയും പിണറായിയും തമ്മിലുള്ള ബന്ധമാണ് എന്നാണ് പരക്കെ സംസാരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇതുപോലെ 41 തവണ ഒരു കേസും മാറ്റിവെച്ചിട്ടില്ല. അത് വേറൊരു വിഷയം. ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള ഒരു കമ്പനിക്കാണ്, ആ കമ്പനിയുടെ പേര് CDPQ എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.